വെറും 5 പച്ചമുളക് കൊണ്ട് തേങ്ങ അരയ്ക്കാത്ത ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ, വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണിത്. ആദ്യം തന്നെ 5-6 പച്ചമുളക് നന്നായിട്ട് കഴുകി ഞാൻ തുടച്ചെടുക്കണം. എന്താണെന്ന് പറഞ്ഞാൽ എണ്ണയ്ക്കകത്തിട്ട് പൊട്ടാതിരിക്കാനാണ് തുടച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മിഡിലിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ഉപ്പ് നിറയ്ക്കണം. കല്ലുപ്പാണ് വേണ്ടത്. കല്ലുപ്പിട്ട് നിറച്ചാലാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഞാനിവിടെ കല്ലുപ്പ് പൊടിച്ച് വയ്ക്കാറുണ്ട്. ആ ഉപ്പാണ് ഉപയോഗിച്ചത്. ഇതേപോലെ നമുക്ക് എടുത്ത മുളകിലെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം. നമ്മളിവിടെ തേങ്ങ ഒന്നും അരയ്ക്കാതാണ് ഈ കറി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ്. അപ്പം ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ വെള്ളം ഒഴിക്കണ്ട. വെള്ളമൊന്നും ഒഴിക്കാതെ ഇതേപോലെ അതിനകത്തുള്ള കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇപ്പം തൈരിൽ ഉപ്പിടാൻ പാടില്ല. നമ്മൾ മുളകിൽ ഓൾറെഡി ഉപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇവിടെ ഞാൻ ഈ മുളക് ഫ്രൈ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതേപോലെ ഈ മുളക് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് കണ്ടില്ലേ പൊട്ടിത്തെറിക്കുന്നത് കണ്ടോ? ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം, എന്നാലേ ആ കറിക്ക് മുളകിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ മുളക് ഫ്രൈ ചെയ്യുമ്പം വളരെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അറിയാൻ വയ്യാത്തവരൊക്കെ ആണെങ്കിൽ മുഖത്തോ എങ്ങാനും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള എണ്ണ, നമ്മൾ ഈ ഫുൾ എണ്ണ യൂസ് ചെയ്യേണ്ട. അത് ഒത്തിരി എണ്ണ എന്ന് വെച്ചാൽ മുളക് വറക്കാൻ വേണ്ടിയിട്ടാണ് കുറേ എണ്ണ ഉപയോഗിച്ചത്. അതിൻ്റെ പകുതി എണ്ണയിൽ കുറച്ചെന്ന് പറഞ്ഞാൽ 2-3 ചെറിയ ഉള്ളിയും കടുകും വറ്റൽമുളകും കൂടിയിട്ട് നന്നായി മൂപ്പിക്കണം. നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ വേറെ ആയിപ്പോവും. എന്നിട്ട് ഇതെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്നുകൂടെ നന്നായി വഴറ്റിയിട്ട് ഈ തൈരിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇത് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.